സമൂഹത്തിൽ നല്ല ശതമാനം ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്, തങ്ങൾ സ്വപ്നം കണ്ടതുപോലെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: നമ്മുടെ ജീവിതവും സ്വപ്നവും തമ്മിൽ വളരെ അകലമുണ്ട്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വന്ന് നാം ചിലപ്പോൾ നിരാശപ്പെടുവാനും സാധ്യതയുണ്ട്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും അതിനെ അഭിമുഖീകരിക്കാനുള്ള ദൈവാശ്രയമാണ് ഓരോ ദിവസവും നമ്മെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ചെലവും ഇല്ലാത്തതും ആർക്കും കാണാൻ കഴിയുന്നതുമായ ഒന്നത്രേ സ്വപ്നം. നല്ലതും തീയതുമായ സ്വപ്നങ്ങൾ കാണുക സ്വാഭാവികമാണ്. മനസ്സിൻ്റെ പേടിയും സ്വപ്നമായി പരിണമിക്കാറുണ്ട്. മുതലാളിയായാലും തൊഴിലാളിയായാലും കുടിലിലായാലും കൊട്ടാരത്തിലായാലും സ്വപ്നത്തിന് അയിത്തമില്ല. അവിടെ വിലക്കുകൾക്കും തടസ്സങ്ങൾക്കും വലിയ പ്രശസ്തിയില്ല. സ്വപ്നങ്ങൾ പലതരത്തിലുണ്ട്: ദുസ്വപ്നങ്ങൾ, സത്യസ്വപ്നങ്ങൾ, വിശുദ്ധ സ്വപ്നങ്ങൾ. മനുഷ്യ മനസ്സിൽ ക്രമേണ അടിഞ്ഞുകൂടുന്ന സബലീകരിക്കാത്ത ആഗ്രഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും ബഹിഷ്കരണമാണ് സ്വപ്നം എന്നത്രേ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിഗമനം. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഇന്ത്യൻ യുവജനങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ശേഷി പോലുമില്ല, അതാണ് നമ്മുടെ പരാജയം. ഒരു കെട്ടിടം പണിയുവാൻ വീട്ടുടമസ്ഥൻ ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അതിന് പ്ലാൻ ഉണ്ടാക്കി വീട്ടുടമസ്ഥൻ്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങും. വീട്ടുടമസ്ഥന് വീടിനെക്കുറിച്ച് വലിയ ആഗ്രഹമില്ലെങ്കിലും എഞ്ചിനീയർക്ക് അറിയാം പണി തീരുമ്പോൾ വീട് എങ്ങനെയായിരിക്കുമെന്ന്. അതനുസരിച്ചായിരിക്കും വീടിൻ്റെ അടിത്തറപ്പാകുക. നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും കുറിച്ച് വളരെ വ്യക്തമായ ഭാവന നമുക്കുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ അത് ഭംഗിയായും ശുഭമായും പര്യവസാനിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിൻ്റെ സ്വപ്നം നാം വായിക്കുന്നുണ്ട്. അതൊരു ദൈവിക ദർശനമായിരുന്നു കാണാൻ കഴിയും. ആ ദർശനം ജോസഫിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നാം സ്വപ്നം കാണുന്നതും ഭാവന ചെയ്യുന്നതും ദൈവത്തിനു കൂടെ പ്രിയമാകണം. വെറും പേക്കിനാവുകൾ മാത്രമായി നമ്മുടെ സ്വപ്നങ്ങൾ മാറരുത്. പരിശ്രമം കൊണ്ട് ഏത് കാര്യവും നേടാനാകും. അതിനിടയിൽ പരാജയം സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ പരാജയം ഒന്നിൻ്റെ അവസാനമല്ല എന്ന വസ്തുത അംഗീകരിച്ച് വീണ്ടും പോരാടുക. സ്വപ്നം ഉണ്ടായതുകൊണ്ടോ നല്ല ഭാവനകൾ കണ്ടതുകൊണ്ടോ മാത്രം എങ്ങും നാം എത്തിച്ചേരുന്നില്ല. അക്ഷീണ പരിശ്രമം കൂടിയാകുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. സാമർഥ്യത്തോടും വിവേകത്തോടും കൂടെ പരിശ്രമിച്ചാൽ വിജയിക്കുവാൻ കഴിയും. ആകയാൽ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ കാണുക. അതിനുവേണ്ടി മടികൂടാതെ പരിശ്രമിക്കുക. അതോടൊപ്പം പ്രാർത്ഥിക്കുക. ദൈവവചനം ഇപ്രകാരം പറയുന്നു: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും നിനക്ക് നൽകിത്തരും. ആകയാൽ ദൈവപ്രകാരമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പദ്ധതികൾ ദൈവത്തിന് ഹിതപ്രകാരമായിരിക്കട്ടെ. നമ്മെക്കുറിച്ചുള്ള ദൈവിക നിരൂപണങ്ങൾ തിരിച്ചറിയാനായി നാം ദൈവസേനയിൽ ചെല്ലേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഹിതത്തെ തിരിച്ചറിയാനായി ദൈവസേനയിൽ കാത്തിരിക്കാം. നമ്മെ അവിടുന്ന് നേരായ പാതയിൽ വഴി നടത്തും.